ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാ സൺഡേയും അസൂറിൻ്റെ ഫ്രണ്ട്സും മാംഗ്ലൂർ പോകും. അങ്ങനെ എല്ലാ വൈഫിലും പോലും ആ ഒരു കാര്യത്തിന് ഞാനും അസൂർ എപ്പം തല്ലാവേ. അപ്പോൾ ഏടെ പോകുന്നേ, എന്തിനു പോകുന്നേ എല്ലാം ഡിസ്ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ടാണ് അസൂർ എന്നെ കൂട്ടിയിട്ട് കൊണ്ട് പോകുന്നുള്ളത്. അപ്പോൾ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഇതെൻ്റെ ഷിട്ടുമണി കാണുന്ന പോലെ ഒന്നല്ല, ഭയങ്കര സാധനം. ഐസാക്ക് എന്തോ ഒരു ഇഷ്ടം എന്നെപ്പോലെ തന്നെ എല്ലായിടത്തും പോകുന്നത് വരുന്നെല്ലാം. പിന്നെ എല്ലാവരും ഷോക്കായിട്ടുണ്ട് അസൂറിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ കണ്ടിട്ട്. അസൂർ ഇത്രയും മുണ്ടോ ചിരിക്കുമോ എന്നെല്ലാം ചോദിച്ചിട്ട്. ഈ മമ്മ എൻ്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്, ഈ മമ്മക്ക് വേറെ പണിയില്ലേ, എങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ല രസമുണ്ടായിന് ആ പുതിയ ഹൈവേയിൽ പോകാൻ. നല്ല മഴയും ഉണ്ടായിന്, അത്ര ബ്ലോക്കും ഇല്ല. അങ്ങനെ ഈ ട്രിപ്പ് ഞങ്ങൾ മാത്രമല്ല പോകുന്നുള്ളത്, ഞങ്ങൾ ഫ്രണ്ട്സും ഉണ്ട്. അസൂറിൻ്റെ മംഗലം കഴിയുമ്പോൾ അസൂർക്ക് 24 വയസ്സ്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ അസൂറിൻ്റെ ഫ്രണ്ട്സിന് ആർക്കും മംഗലം കഴിഞ്ഞിട്ടില്ല. എല്ലാവരുടെ മംഗലം ഈ കൊല്ലം അല്ലെങ്കിൽ അടുത്ത കൊല്ലമായിട്ട് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നിർബന്ധിക്കുന്നുണ്ട്, ഓറാരും കെട്ടുന്നില്ല. പിന്നെ ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്നില്ല, എനിക്ക് ശരിക്കും എൻ്റെ ഫാമിലി പോലെ തന്നെ. കാരണം എൻ്റെ ഡെലിവറി ടൈം അസൂർ ഗൾഫിലുണ്ട്. 8 months ആക്ച്വലി ഡെലിവറി ഉണ്ടാകുന്നത്. അതായത് റുവാൻ പ്രീമച്യൂർ ബേബി ആയിരുന്നു. അപ്പം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും എൻ്റെ ഉപ്പാനും ഉമ്മാനും ഒന്നിച്ച് ലേറ്റ് നൈറ്റ് വരെ വെയിറ്റ് ആക്കിയതും ബ്ലഡ് അറേഞ്ച് ചെയ്തതും എല്ലാത്തിനും ഇവരാണ് ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിലെത്തി. അപ്പോൾ ഇതാണ് മുന്ന. അപ്പോൾ എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാവം, കെയറിങ്. കാണുന്നില്ല ഐസാനെ കൈ പിടിച്ചിട്ട് പോകുന്നത്. ഇതേപോലെ തന്നെ ഒന്നെങ്കിൽ ഐസാനെ അല്ലെങ്കിൽ റുവാൻ എടുത്തിട്ട് നടക്കുന്നുണ്ട്. അത്ര പാവം. അസൂർ ഈ പോകുന്ന പറഞ്ഞാൽ ഞാൻ വരട്ടില്ല. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വന്ന പോലെ ആയല്ലോ. അല്ല ഗേൾസ്, നിങ്ങൾക്കെല്ലാം ഇങ്ങനെയാണ് കൂട്ടിക്കൊണ്ട് പോയിട്ട് ലാസ്റ്റ് നമ്മൾ ഒറ്റപ്പെട്ട പോലെ ആയിപ്പോ. പിന്നെ ഈ പ്ലേസെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പോയ ആൾക്കാർക്കല്ല ഇത് ഏത് സ്ഥലം എന്ന് ഗസ്സാക്കാൻ പറ്റും. എല്ലാവരും താഴെ കമൻറ്റിൽ ഗസ്സാക്കിക്കോ, ലെറ്റ്സ് സീ. എന്നാലും അസൂർക്ക് ഇത്ര എക്സൈറ്റിംഗ് ആയിട്ട് എന്തായിരിക്കും ഇവിടെ ഉള്ളത്? ഇത് നമ്മൾ ഇർഷാവും ജാഫറും. അപ്പോൾ വൺ ഓഫ് മൈ ബ്രദേഴ്സ്. ആ ഒരു ഓവർ ഫ്രീഡം ഞാൻ അവരോട് എടുക്കാറുണ്ട്. അങ്ങനെ ഇതെല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഓർമ്മ വന്നത് ചായ കുടിച്ചിട്ടാണ്. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി ചായ ഓർഡറാക്കി. ഓരോ കുറേ ബഡായിൽ കേട്ട് എല്ലാവരും ഉണ്ടെങ്കിൽ നല്ല വൈബാണ്. ഓൻ്റെ ഈ എക്സ്പ്രഷനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അത് തന്നെ, ഓനക്ക് നല്ല വിശക്കുന്നുണ്ടായി. അങ്ങനെ അസൂർ ഓനക്ക് കുറച്ച് ഫുഡെല്ലാം കൊടുത്ത്, ഐസാക്കും ഇടയിൽ വായിക്കിട്ടിട്ടെല്ലാം കൊടുത്ത്. ഓന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ അസൂറിനെ നോക്കിയേ, എല്ലാവരും കാത്തിരിക്കുന്ന ഹസ്ബൻഡ് കുഞ്ഞിനെ മടിയിൽ വെച്ചിട്ട് ഓളിങ് സൈഡിൽ ഇരുത്തിയിട്ട് ഓൾക്കും ഫുഡ് കൊടുക്കുന്നത്. എന്തല്ലേ മാഷാ അല്ലാ. ഇങ്ങനത്തെ ഒരു ഫുഡ് എനിക്ക് തരരുതേ പ്ലീസ്, ഇതൊന്നും തീരുന്നില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചങ്ങോട്ടേക്ക് തന്നെ പോയി. ഓരെല്ലാം സിംഗിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡബിളായിട്ട് നടക്കുന്നതിൽ എന്ത് പ്രശ്നം? അങ്ങനെ കാത്തിരുന്ന് ആ കാര്യം കണ്ടുപിടിക്കാൻ പോകുന്നതാണ് നമ്മൾ. എന്താ ഓർമ്മയുണ്ടല്ലോ അല്ലേ? സോ ദിസ് ഈസ് ഇറ്റ്. ഇവിടുത്തെ ആൾക്കാരെ കാണുമ്പോൾ ഉള്ളിൽ ഇൻട്രോവേർട്ട് ഒന്ന് തലപ്പൊക്കിയെങ്കിലും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. ഇവിടെ ഈ ബൗളിങ് കളിക്കാനാണ് അസൂറും ഫ്രണ്ട്സും എല്ലാവരും എല്ലാഴ്ച ഇങ്ങോട്ടേക്ക് വരുന്നത്. കുറച്ചവിടെ പോസ്റ്റായി വെയിറ്റ് ചെയ്തെങ്കിൽ പിന്നെ ഞങ്ങൾ ചാൻസ് കിട്ടി. അപ്പോൾ 1 ബോർഡിൽ ഒരാൾക്ക് 10 chances കിട്ടും. അതിൻ്റെ ആ ട്രിക്ക് കിട്ടിയാലില്ലേ പിന്നെ നമ്മൾ എന്തായാലും ഇതിന് ഭയങ്കര അഡിക്റ്റാണ്. ഇവരൊക്കെ ഭയങ്കര വാശിയിൽ കളിച്ച് അങ്ങ് സ്കോറൊക്കെ കയറ്റി. അങ്ങനെ അസൂർ നമുക്ക് പഠിപ്പിച്ച് തന്നു, എങ്ങനെ അറിയണം എന്നെല്ലാം പഠിപ്പിച്ച് തന്നു. എനിക്ക് നല്ല രസമായി. ആദ്യം കുറേ മൂഞ്ചെങ്കിലും പിന്നെ അത് ക്ലിക്കായി. അങ്ങനെ 2 hours അവിടെ സ്പെൻഡ് ആക്കിയിട്ട് വി കെയിം ബാക്ക്. സോ ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.